Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്പായിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പഞ്ച് ഉണ്ടല്ലോ, നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പഞ്ച്, ഇതിനകത്തൊക്കെ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു ടോയ്ലറ്റിൽ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ബാക്ടീരിയാസ് ഉള്ളത് ഈ ഒരു സ്പഞ്ചിലാണ്, നമ്മുടെ അടുക്കളയിലുള്ള ഈ സ്പഞ്ചിൽ. അതിൽ നിന്ന് കൊണ്ട് തന്നെയാണ് കൂടുതൽ രോഗങ്ങളും വരുന്നത്. അപ്പോൾ ഈ സ്പഞ്ച് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യണം, എപ്പോഴൊക്കെ ക്ലീൻ ചെയ്യണം, അതിൻ്റെ ശരിയായ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരും ഇതുപോലെയല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇനി മുതൽ ഇതുപോലെ ചെയ്യാൻ തുടങ്ങണം. നമ്മുടെ വീട്ടിലുള്ള ഒരു 3/4 അസുഖം ഇതോടുകൂടെ അങ്ങ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതൊരു ബൗളിന് പകരം സാധാരണ സ്റ്റീൽ പാത്രം ആണെങ്കിൽ എടുക്കാം, പക്ഷേ ഒരു കുഴിയുള്ളൊരു പാത്രം എടുക്കണം. പിന്നെ അതാ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്പഞ്ച്, ഇത് ഞാൻ ഒരാഴ്ച മുന്നേ മേടിച്ചൊരു സ്പഞ്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കുക, നമ്മൾ പാത്രങ്ങൾ കഴുകി ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന് ഇത്രയും മാറ്റം വന്നു. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഇത് ഇത്രയും ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് ഇത്രയ്ക്കായി എന്നുള്ളത്. ഇതാണ് നമ്മൾ ഒരു മാസം വരെയൊക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ പാത്രത്തിനകത്തോട്ട് ഈ ഒരു സ്പഞ്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം, ഞാനിവിടെ വെള്ളം കെറ്റിലാണ് ചൂടാക്കിയത്. അപ്പോൾ നമുക്ക് കെറ്റിലില്ലാത്തവർക്ക് സാധാരണ നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ചൂടോടുകൂടെ തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കണം. പിന്നെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിനാഗിരി ഇതിനകത്തുള്ള ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ ചീത്ത മണങ്ങളൊക്കെ വലിച്ചെടുക്കാനൊക്കെ വിനാഗിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ചൂടുവെള്ളം നമുക്കറിയാം, എല്ലാ ബാക്ടീരിയാസൊക്കെ ഈ ചൂടുവെള്ളത്തിൽ അങ്ങ് ചത്തുപൊക്കോളും. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നത്. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂണോളമുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ ഉപ്പ്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് കണ്ടോ, ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു രാത്രി മുഴുവൻ വെക്കാൻ നോക്കണം. നമ്മൾ രാത്രി പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് പകലൊക്കെയാണ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 3-4 മണിക്കൂർ വെച്ചാലും മതി. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം ഒന്ന് മുക്കി വെക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു, വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ വെള്ളത്തിൻ്റെ ഒരു നിറം നോക്കിക്കേ എങ്ങനെ ഇരുന്നിരുന്നതാണ്. ഞാൻ മുക്കി വെക്കുമ്പോൾ നല്ല പ്ലെയിൻ വാട്ടർ ആയിരുന്നു, നല്ല വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ ആ വെള്ളമൊക്കെ കണ്ടോ, ഈ ആകെ ഒരു ചെളി പിടിച്ച പോലെയും അതുപോലെ തന്നെ ഇതിനകത്തുള്ള അഴുക്കൊക്കെ അതിനകത്ത് പോയിട്ടുമുണ്ട്. കുഞ്ഞു ഈ എന്തെങ്കിലും ഭക്ഷണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിനകത്ത് വീണോളൂ കേട്ടോ. ഇനി ഇതാ നല്ലതുപോലെ ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴുകുന്നില്ല, ഞാൻ ഇത് ഒന്ന് നേരെ തന്നെ ഉണക്കാൻ വെക്കുകയാണ് നല്ലതുപോലെ. ഇനിയിപ്പോൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകി കളഞ്ഞ് അതിൻ്റെ ആ ചൂടുവെള്ളത്തിൻ്റെ ഇത് കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്പഞ്ച് നല്ലതുപോലെ ഒന്ന് വെളുക്കും ചെയ്തു. ഞാനിതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയും ഒട്ടും തന്നെ മണമില്ല. ഞാൻ വെച്ചപ്പം കുറച്ച് മണം ഉണ്ടായിരുന്നു, ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയതിൻ്റെ കുറച്ച് മണം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, എന്നും നമുക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുമ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു സ്പഞ്ചും കൂടിയാണ്. ഇത് ഒരു സ്പഞ്ചായിരുന്നു കേട്ടോ. ഞാനിത് 2 ആക്കിയിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങിയത് ഒരാഴ്ച മുന്നേ. അപ്പോൾ രണ്ടും ഞാൻ ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാനിപ്പോൾ ഉപയോഗിച്ചതും ഞാനിപ്പോൾ കഴുകി എടുത്തുകൊണ്ട് വന്നതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ്, ഇതിനകത്ത് ഒത്തിരി അഴുക്കുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മളിത് വീണ്ടും കഴുകി നമ്മൾ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ രോഗങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റെറിലൈസ് ചെയ്യാമെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ പകുതി മുക്കാലും പോയി കിട്ടും. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒന്നില്ലെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് നമ്മുടെ അടുക്കളയും നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.